ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തി അവസാനം ഇവർ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദം തന്നെയാണ്. ഇസ്രായേലിനെ ഇല്ലാതാക്കി, ആ ജൂതരാഷ്ട്രത്തെ ഇല്ലാതാക്കി അവിടെ ഈ മതരാഷ്ട്രം സ്ഥാപിക്കാനും പലസ്തീനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും പോലെയുള്ള ചെറിയ രാഷ്ട്രങ്ങൾ സ്ഥാപിക്കാനുമുള്ള തീവ്ര സ്വഭാവമുള്ള അക്രമകാരികളായ തീവ്രവാദികളാണ് ഹമാസ്. ഈ ഹമാസിന്റെ സാന്നിധ്യം നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ പലതിലുമുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലടക്കം നമ്മുടെ ഇന്ത്യയിലടക്കം വിവിധയിടങ്ങളിൽ ഹമാസിന് അനുകൂലമായ രീതിയിലുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ഹമാസ് പോരാളികൾ എന്നാണ് പറയുന്നത്. ഹമാസ് തീവ്രവാദികൾ എന്നാരും പറയാറില്ല. ദേശീയത മുറുക്കിപ്പിടിക്കുന്ന മാധ്യമങ്ങൾ പോലും ചിലപ്പോൾ ഹമാസ് എന്നേ പറയാറുള്ളൂ. ഹമാസ് തീവ്രവാദികൾ തന്നെയാണ്, അവർ മത തീവ്രവാദികൾ തന്നെയാണ്. ഈ ഹമാസിന്റെ സാന്നിധ്യം നമ്മുടെ രാജ്യത്തും നമ്മുടെ അയൽ രാജ്യങ്ങളിലും പ്രത്യേകിച്ചും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ തന്നെ ഈ ഹമാസിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതായത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളും അവരുടെ ക്യാമ്പുകളുമൊക്കെ വർദ്ധിച്ചു വരികയാണെന്നും ഇത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇന്ത്യയിലെ ഇസ്രായേൽ സ്ഥാനപതി റൂവൻ അസർ മുന്നറിയിപ്പ് നൽകുന്നു. NDTVക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് റൂവൻ അസർ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയത്. 2025 ഒക്ടോബർ 7 ഇസ്രായേലിലെ ഫലസ്തീൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഹമാസിന്റെ നീക്കങ്ങൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ശക്തമാണ്. നിലവിൽ അവിടെ രഹസ്യ തീവ്രവാദ ക്യാമ്പുകളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഈ നീക്കങ്ങൾ തീവ്രവാദ സംഘടനകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു മാതൃകയായി സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് നമ്മുടെ രാജ്യത്തിനടക്കം മറ്റ് രാജ്യങ്ങൾക്ക് അപകടകരമാം വിധം ഇത് മാറിയതായും അസർ പറയുന്നു. ഈ സുരക്ഷാ ഭീഷണികളെക്കുറിച്ച് ഇന്ത്യൻ അധികൃതരുമായി ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി കൂടുതൽ ചർച്ചകൾ നടത്താനും കാര്യക്ഷമമായ മുൻകരുതലുകൾ സ്വീകരിക്കാനും വ്യക്തിപരമായി താല്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേൽ സ്ഥാനപതി വെളിപ്പെടുത്തുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി അമേരിക്കയ്ക്കും ഇറാനും ഇടയിലുള്ള മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഇസ്രായേൽ വിശ്വാസത്തിലെടുക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ നയതന്ത്ര നീക്കങ്ങൾ ഇസ്രായേൽ ജാഗ്രതയോടെ തന്നെയാണ് വീക്ഷിക്കുന്നത് എന്നും അസർ പറയുകയാണ്. മേഖലയിൽ ഏത് നീക്കവും ഇസ്രായേലിന്റെ സുരക്ഷാ വെല്ലുവിളികളെ പരിഗണിക്കുന്ന രീതിയിലായിരിക്കണം എന്ന നിർബന്ധം തങ്ങൾക്ക് ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞത് കണക്കാക്കുമ്പോൾ ഇന്ത്യയിലെ പല മേഖലകളിലും ഇത്തരം സാന്നിധ്യങ്ങൾ, അതായത് ഹമാസ് എന്ന് പേര് വേണം എന്നില്ല, ഹമാസിന്റെ ആശയങ്ങളുമായിട്ട് ഹമാസിന്റെ തീവ്രവാദ സ്വഭാവവുമായിട്ട് യോജിക്കുന്ന തരത്തിൽ ചേർന്ന് പോകുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടത്തുന്ന സംഘടനകളുണ്ട് എന്ന് IBക്കും റോയ്ക്കും അടക്കമുള്ള ഏജൻസികൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യ കേന്ദ്രീകരിച്ച്, തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത് വലിയ ഒരു തീവ്രവാദ ഹബ്ബായിരുന്നു. അത് കുറേയൊക്കെ പരിഹരിക്കാനും അവരെ നിയന്ത്രിക്കാനും അവരെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെ തന്നെ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ പോലും ഒളിഞ്ഞും തെളിഞ്ഞും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതിന് ശേഷം പല പല പേരുകളിൽ അവർ വീണ്ടും രംഗത്ത് വരുന്നു. അല്ലെങ്കിൽ കുറേ പേർ CPMലേക്കും അല്ലെങ്കിൽ മറ്റ് പാർട്ടികളിലേക്ക് പോകുന്നു. അങ്ങനെ അവർ ഇല്ലാതാകുന്നില്ല, അവർ നിറം മാറുന്നു മാത്രമേ ഉള്ളൂ, ഉടുപ്പ് മാറുന്നു മാത്രമേ ഉള്ളൂ. അവർ അവരുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. അപ്പം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചായാലും ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചായാലും ഒക്കെ, അതായത് ഏഷ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഹമാസിന്റെ തീവ്രവാദ സ്വഭാവമുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ അത് അവർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ മാത്രമാണ്. അവർ ഒരിക്കലും പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ ലക്ഷ്യം വെക്കില്ല. അവർ ഇന്ത്യയെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളിൽ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താനും ഇപ്പം ലഷ്കർ-ഇ തോയ്ബ പോലുള്ള ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഏജൻസികൾ, അവർക്കൊക്കെ തന്നെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ വലിയ പേരുകളാണ്. അപ്പം അവർക്കൊപ്പം ചേർന്നുകൂടി ഒരു ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് രാജ്യത്തെ, ഇന്ത്യയെ തകർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ ഇസ്രായേൽ സ്ഥാനപതി അടക്കം ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യൻ അധികൃതരുമായി ഈ വിഷയം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കൃത്യമായ അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അല്ലെങ്കിൽ ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നതിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം, വിശ്വസിക്കാം.